നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മാർക്കറ്റില് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,000 എന്ന ലെവല് ഒരു ബാലികേറാമല അല്ലെങ്കിൽ ഹ്യൂജ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ഏറെ നാളുകളായി. 2025 വർഷത്തില് കണ്ടിന്യൂസ് ആയിട്ട് 4 ട്രേഡിംഗ് സെക്ഷനിൽ നിഫ്റ്റി 25,000 എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്തെങ്കിൽ കൂടിയും ക്ലോസിംഗ് ബേസിസിൽ അത് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ട് ഇല്ല. പക്ഷേ ഈ വർഷം 7 തവണ നിഫ്റ്റിക്ക് 25,000 എന്ന റേഞ്ചിന് മുകളിൽ ക്ലോസ് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ 25,141 എന്ന ലെവലാണ് ഈ വർഷം നിഫ്റ്റി ക്ലോസിംഗ് റേഞ്ചിൽ ഏറ്റവും കൂടുതൽ ഹൈ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മൾ കണ്ടിരുന്നു ലാസ്റ്റ് വീക്കില് ജൂൺ 11-നായിരുന്നു. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ ഫാർമ സെക്ടറിൽ 4% ഇടിവ് കണ്ടു. കാരണം ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രസ്താവിക്കുകയുണ്ടായി ഫാർമയുടെ താരിഫ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്തിരിക്കുന്നു എന്നൊരു പ്രസ്താവനയെ തുടർന്നാണ് ഇന്നലെ ഫാർമ സെക്ടറിൽ ഒരു ഇടിവ് കണ്ടത്. എങ്കിലും നമ്മുടെ ഡിഫൻസ് സെക്ടറിൽ 3% ഇന്നലെ റാലി കാണുവാൻ സാധിച്ചു മിഡിൽ ഈസ്റ്റ് ടെൻഷൻസിന്റെ റൈസിങ്ങിനെ തുടർന്ന്. ഇപ്പോൾ പുതിയൊരു ഡെവലപ്മെന്റ്സ് മിഡിൽ ഈസ്റ്റ് ടെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവനയുണ്ടായി. അമേരിക്ക പരിഗണിക്കുന്നുണ്ട് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിനെ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട്. 25,000 എന്ന റേഞ്ചിൽ നിഫ്റ്റി പ്രധാനമായിട്ടും റെസിസ്റ്റൻസ് ചെയ്യുവാൻ നിലവിലെ കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, അതുപോലെ തന്നെ ട്രേഡേഴ്സ് ഏറ്റവും കൂടുതൽ 25,000 എന്ന കോളില് സെല്ല് ചെയ്യുന്നു. കാരണം മാർക്കറ്റ് അതിന് മുകളിലേക്ക് പോകുകയില്ല എന്ന ധാരണയിൽ. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും റീറ്റെയിലേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രോഫിറ്റ് ബുക്കിങ്ങും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന കണ്ടിന്യൂസ് സെല്ലിംഗ് ഒക്കെയാണ് നമ്മുടെ മാർക്കറ്റിനെ, പ്രത്യേകിച്ച് നിഫ്റ്റിയെ 25,000 എന്ന റേഞ്ചിന് മുകളിലേക്ക് പോയെങ്കിലും 25,000 എന്ന റേഞ്ചിന് മുകളിൽ ക്ലോസിംഗ് നടത്തുവാനായിട്ട് തടസ്സപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങൾ. ഇപ്പോൾ മാർക്കറ്റിന്റെ സ്ഥിതി FOMC മീറ്റിംഗിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇനി നമ്മുടെ മാർക്കറ്റിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി പോകുന്ന 2 പോയിന്റ്സ് പ്രധാനമായും ഒന്ന് FOMC മീറ്റിംഗ് ആണ്. FOMC മീറ്റിംഗിന്റെ ഔട്ട്കം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ 25,000 മുകളിൽ ക്ലോസിംഗ് രേഖപ്പെടുത്താൻ അതൊരു ട്രിഗർ ആയിട്ട് മാറിയേക്കാം. അതല്ലെങ്കിൽ രണ്ടാമതായി വരുന്നത് മിഡിൽ ഈസ്റ്റ് ടെൻഷൻസിൽ എന്തെങ്കിലും കുറവ് അല്ലെങ്കിൽ അയവ് വരികയാണെങ്കിലും ഒരു ട്രിഗറിംഗ് പോയിന്റ് ആയി മാറാം നമ്മുടെ മാർക്കറ്റിന്, അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിനും. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിലെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. 1,482.77 കോടി രൂപയ്ക്ക് ബൈ നടത്തുകയുണ്ടായി. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 8,207.19 കോടി രൂപയുടെ ബൈയിങ്ങും നമ്മുടെ മാർക്കറ്റിൽ നടത്തുകയുണ്ടായി. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിന്റെ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് സെബിയുടെ പുതിയ അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. നിഫ്റ്റിയുടെ എക്സ്പയറി സെപ്റ്റംബർ 1 മുതൽ വീക്കിലിയും മന്ത്ലി എക്സ്പയറിയും ചൊവ്വാഴ്ചത്തേക്ക് മാറ്റുന്നു. പകരം സെൻസെക്സിന്റെ എക്സ്പയറി ചൊവ്വാഴ്ചയിൽ ഉണ്ടായിരുന്നത് വ്യാഴാഴ്ചയിലേക്ക് മാറ്റുന്നു. ഇൻക്ലൂഡിംഗ് മന്ത്ലിയും വീക്കിലിയും എക്സ്പയറികൾ മാറ്റുമെന്നൊരു വാർത്തയാണ് പുതിയതായിട്ട് വന്നത്. ഇന്നലെ നമ്മുടെ ബോർഡർ മാർക്കറ്റ്സിലും സെല്ലിംഗ് പ്രഷറാണ് കാണുവാനായിട്ട് സാധിച്ചത്, എസ്പെഷ്യലി ഓട്ടോയിലും മെറ്റലിലൊക്കെ. എന്നിരുന്നാൽ പോലും ഇന്നലെ ആകെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തത് IT സെക്ടറാണ്. കാരണം ഇതിന് പ്രധാനമായും IT സെക്ടർ നമ്മൾ കണ്ടിരുന്നു കുറേയേറെ മാസങ്ങളായി ഡ്രാഗിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയിലേറെയായി IT സെക്ടറിലും ഉയർച്ചകൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് പ്രധാനമായും സഹായകമായത് US ഡോളർ സ്ട്രെങ്തൻ ആയതും, അതുപോലെ തന്നെ ഇനി മുന്നോട്ട് വരാനിരിക്കുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുള്ള പോസിറ്റീവായ ഔട്ട്ലുക്ക് ഒക്കെയാണ് IT സെക്ടറിനെ മുന്നോട്ട് കുതിക്കുവാൻ വേണ്ടി സഹായകമായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഇന്നലെ US മാർക്കറ്റിൽ S&P 500ഉം നാസ്ഡാക്കും ഏകദേശം 1% അടുത്ത് ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. പക്ഷെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഇപ്പോൾ 24 പോയിന്റിന്റെ അടുത്ത് പോസിറ്റീവിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സും ഇന്നലെ നഷ്ടത്തിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഒരു മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് കാണുവാൻ സാധിക്കുന്നത്.
ജപ്പാൻ മാർക്കറ്റും സൗത്ത് കൊറിയൻ മാർക്കറ്റും പോസിറ്റീവിലാണ്. അതേസമയം ചൈനീസ് മാർക്കറ്റ് നെഗറ്റീവിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി നിലവില് നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസിംഗിന് ശേഷം ബ്രന്റ് ക്രൂഡിന്റെയും ഗോൾഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ ഒക്കെ പ്രൈസ് ഉയരുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ നേരിയ ഇടിവാണ് ബ്രന്റ് ക്രൂഡിലും ഗോൾഡിലും ക്രൂഡ് ഓയിലിലൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മുടെ ADR സ്റ്റോക്സിലേക്ക് വന്നു കഴിയുമ്പോൾ മേജർ ആയിട്ടുള്ള എല്ലാ ലീഡിംഗ് ADR സ്റ്റോക്സും ഇന്നലെ അമേരിക്കയിൽ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. കൂട്ടത്തിൽ ഡോക്ടർ റെഡ്ഡീസ് ആണ് ഏകദേശം 3% ഇടിവോടുകൂടി ഏറ്റവും വലിയ ഇടിവ് ഇന്നലെ ADRൽ കാണുവാൻ സാധിച്ചത്. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് കടക്കാം. ഇപ്പോൾ നിലവിലെ നമ്മുടെ മാർക്കറ്റിലെ സെന്റിമെന്റ്സ് നെഗറ്റീവ് ആയിട്ടാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50യുടെ ഡെയിലി ചാർട്ട്സിൽ ബെയറിഷ് കാൻഡിൽ സ്റ്റിക്ക് വിത്ത് ബെൽറ്റ് ഹോൾഡ് പാറ്റേൺ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഇൻഡെക്സിലെ വീക്ക്നെസ് ആണ്. ഇന്നലെ നിഫ്റ്റി ഫോൾ ആയെങ്കിൽ കൂടിയും നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം ആവറേജസിന്റെ മുകളിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് 10-day ആൻഡ് 20-day മൂവിംഗ് ആവറേജസിന്റെ. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോഴും ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബെയറിഷ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് കാണുവാൻ സാധിക്കുന്നതെങ്കിൽ കൂടിയും ബാങ്ക് നിഫ്റ്റിയും അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസിന്റെ മുകളിലായിട്ടാണ് വ്യാപാരം ഇന്നലെ അവസാനിപ്പിച്ചത്. നിഫ്റ്റിയുടെ PCR ഇന്നലെ 1.11 എന്ന നിലവിൽ നിന്നും ഇന്ന് വന്നപ്പോൾ 0.84ലേക്ക് മാറി. മാക്സ് പെയിൻ 24,850 നിൽക്കുന്നത്. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 25,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാൻ സാധിക്കുന്നത്. 24,000 എന്ന സ്ട്രൈക്കിലേക്ക് പുട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിഫ്റ്റിയിൽ കാണുവാൻ സാധിക്കുന്നു. 24,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും കാണുവാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലെ മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേസമയം കോൾ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ 56,000 എന്ന സ്ട്രൈക്കിലും പുട്ട് റൈറ്റിംഗ് 54,000 എന്ന സ്ട്രൈക്കിലുമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റി 24,700 സപ്പോർട്ട് എടുക്കുന്നിടത്തോളം 24,700നും 25,000നും ഇടയ്ക്കുള്ള ഒരു ട്രേഡിംഗ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചേക്കാമെന്നാണ് അഭിപ്രായം. പക്ഷേ ഇത് മാർക്കറ്റാണ്, നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യുവാൻ വേണ്ടി സാധിക്കുകയില്ല. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. ഹിന്ദുസ്ഥാൻ സിങ്ക് വേദാന്ത കമ്പനിയിലുള്ള 1.6% സ്റ്റേക്ക് വിറ്റൊഴിയുന്നു എന്നൊരു വാർത്തയുണ്ട്. ഏകദേശം 3,000 കോടി രൂപ മൂല്യം വരുന്നത്. ഐനോക്സ് ഇന്ത്യ കമ്പനിക്ക് മൾട്ടിപ്പിൾ ഓർഡേഴ്സ് ആയിട്ട് 373 കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. നവീൻ ഫ്ലോറൈൻ ജെഫ്രീസ് കമ്പനിക്ക് ബൈ റേറ്റിംഗ് നൽകുകയുണ്ടായി. 5,280 രൂപ പെർ ഷെയർ ആണ് ടാർഗറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ആനന്ദ് രതി കമ്പനിക്ക് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുകയുണ്ടായി. സ്റ്റോക്കിന് 790 രൂപ പെർ ഷെയർ എന്ന ടാർഗറ്റും നൽകുകയുണ്ടായി. റാം ഇൻഫോ കമ്പനിക്ക് 474 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിക്കുകയുണ്ടായി. റെയിൽടെൽ കമ്പനിക്ക് 44 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിക്കുകയുണ്ടായി. റുഷീൽ ഡെക്കർ കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം.